ഇത്രയും ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വോട്ടർമാർ മുഖം തിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ലെങ്കിലും ഈ ഒരു പ്രവണത ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല. അതെല്ലാവരും ചിന്തിക്കേണ്ടതാണ് ഈ ഇലക്ഷന് ശേഷം. അതൊന്നും ഇലക്ഷൻ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല, വോട്ടെടുപ്പിനെയും ബാധിച്ചിട്ടില്ല. അല്ല, ഇതിപ്പോ ഇലക്ഷൻ ജയിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. നീരസം പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അത് ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല. അല്ല, എന്താണെങ്കിലും പാർട്ടിയിൽ ഒരു സംഘർഷം ആരും പ്രതീക്ഷിക്കേണ്ട. മറ്റൊന്നുമല്ല, ഇനി വരുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അത് പാർട്ടി പ്രവർത്തകരുടെ ഇലക്ഷനാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ജയിക്കാൻ കിട്ടുന്ന ഒരവസരം നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഇല്ലാതാവരുത്. അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് ലോക്കൽ ബോഡിയിൽ പാലക്കാടിന്റെ ചാർജാണ്. 23 റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ പാലക്കാട് ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അല്ല, ഒരിക്കലും ഇനി പാർട്ടിയിലൊരു സ്പർദ്ധയുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തും ഉണ്ടാവില്ല എന്നാണ് എന്റെ പ്രതീക്ഷ. അല്ല, അത് ഞാൻ മുമ്പ് പറഞ്ഞാണല്ലോ. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറെ കൂടെ അതനുസരിച്ച് പ്രതികരിക്കാമായിരുന്നു. അല്ല, ഇനിയില്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞ് ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞാൻ എന്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതായാലും അദ്ദേഹത്തിന്റെ തെറ്റ് തിരുത്തി വന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരനായിട്ട് ഞങ്ങൾ കാണില്ല. ആ റിപ്പോർട്ടിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ ഭദ്രമായിട്ട് പാർട്ടി ഓഫീസിലുണ്ട്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് ഇടപെടലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ സംഘർഷം ഉണ്ടാവണ്ട. ഞാൻ പറഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടി എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. സീപ്ലെയിനെ ഞങ്ങൾ എതിർക്കുന്നൊന്നുമില്ല. കാരണം ഇത് ഞങ്ങളുടെ കുട്ടിയാണ്. അന്ന് തടസ്സം പറഞ്ഞവര് അവരുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് ചില മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെയാണ് വടിയും വാളുമായിട്ട് രംഗത്ത് വന്നത്. അവരുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങളേതായാലും ഈ പദ്ധതിയെ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല. കാരണം ഇത് ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിച്ച. ഏതായാലും അതിന് പാര വെച്ചവർ തന്നെ ഇപ്പൊ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്.